സിപിഎമ്മിനെയും പാർട്ടി നേതാക്കളെയും പ്രതി ചേർത്ത കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. കെ രാധാകൃഷ്ണൻ എം പി, മുൻ മന്ത്രി സി മൊയ്തീൻ, എം വർഗീസ് എന്നീ മുൻ ജില്ലാ സെക്രട്ടറിമാർ കേസിൽ പ്രതികളാണ്. സിപിഎം എന്ന പാർട്ടിയെ കൂടി 68ാം പ്രതിയാക്കിയാണ് അന്തിമ കുറ്റപത്രം നൽകിയത്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇഡി നടത്തുന്നതെന്ന് സിപിഎം പ്രതികരിച്ചു. പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇഡി യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കേരളത്തിലെ CPIM-നെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയോ ഏതെങ്കിലും രീതിയിൽ പോറലേൽപ്പിക്കാനാവുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഇഡിക്ക് വേണ്ട, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ട. ഞങ്ങൾ കേരളത്തിലുടനീളം ജനങ്ങൾക്കിടയിൽ ശക്തിയായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും, നിയമപരമായിട്ട് നേരിടും. ഇതാണ് ഇതൊന്നും ആൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ഇതുകൊണ്ടൊന്നും മാത്രം ഞങ്ങളെ വോട്ടൊന്നും മാറുന്നില്ല. അതങ്ങനെ ശരിയായിട്ട് ധരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാം പാർട്ടി എന്തോ ആയിപ്പോകുന്നുള്ളൂ. ഒന്നും സംഭവിക്കില്ല. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരും. സെയ്ഫ്, ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പേരാരോ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല. അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെന്റൽ നടപടി സ്വീകരിച്ചതാണ്. ഇഡി നടത്തിയ അന്വേഷണത്തിൽ പ്രധാന പ്രതികളായ ആളുകളെ മാപ്പുസാക്ഷിയാക്കുക. ആ മാപ്പുസാക്ഷികളെ വെച്ചുകൊണ്ടാണ് പാർട്ടി നേതാക്കളെ വേട്ടയാടാൻ അന്നത്തെ സാഹചര്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ കളിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു രീതി ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിന്റെ മുമ്പിൽ പകച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല ഞങ്ങൾ. സെയ്ഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, തുടക്കം മുതൽ കേസ് ഇഡി അന്വേഷിക്കാൻ ആരംഭിച്ചത് മുതൽ പാർട്ടി അതിനെ രാഷ്ട്രീയമായി തന്നെ ന്യായീകരിച്ചിരുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണെന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ CPM-നെ ഒന്നാകെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പാർട്ടിക്കെതിരെ പോലും കേസെടുത്തുകൊണ്ട് മുൻ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയൊക്കെ കുറ്റപത്രത്തിൽ അവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും അതേ പതിവ് പല്ലവി തന്നെ CPM ആവർത്തിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടുന്നത്. അതെ ജിൽസി, CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തുന്ന ഇഡിയുടെ ഇടപെടൽ അത് ഒരു തരത്തിൽ അവർക്കൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇഡി അങ്ങനെ ഒരു ഇടപെടൽ നടത്തുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് പറയാൻ ഒരു കാരണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ കാര്യങ്ങൾക്കപ്പുറം മറ്റൊരു രാഷ്ട്രീയം ഇവിടെ വന്നു ചേരുകയാണ്. കാരണം ഇന്നലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ ഇഡി അങ്ങനെ CPM-നെയും അതുപോലെ തന്നെ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാരെയും പ്രതി ചേർത്തുകൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിന് CPM-നെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ തങ്ങളെ വേട്ടയാടുന്നു എന്ന വാദം കൂടുതൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. CPM രണ്ട് തരത്തിലാണ് അതിനെ നേരിടാൻ വേണ്ടി ആലോചിക്കുന്നത്. ഒന്ന് നിയമപരമായി നേരിടുക, ഒന്ന് രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത്. രാഷ്ട്രീയമായി നേരിടുക എന്ന് പറയുമ്പോൾ ഇതുവരെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപാട് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്നു. റെയ്ഡ് നടന്നു. പല സ്ഥലങ്ങളിലും AC മൊയ്തീൻ അടക്കമുള്ളവരുടെ വീടുകളിലടക്കം ഇത് റെയ്ഡ് നടന്നു. എന്നിട്ടൊന്നും ആ സമയങ്ങളിലൊന്നും അവർ ഇവരെ ആരെയും പ്രതി ചേർത്തില്ല, CPM-നെ പ്രതി ചേർത്തില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ പ്രതി ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് CPM പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നീടുള്ളത് നിയമപരമായി അതിനെ നേരിടുക എന്നുള്ളതാണ്. നിയമപരമായി നേരിടുക എന്നുള്ളത് ഈ കുറ്റപത്രത്തിൽ ഇവരെ പ്രതി ചേർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇവരെ വേണമെങ്കിൽ ഇഡിക്ക് അറസ്റ്റ് ചെയ്യാൻ അടക്കമുള്ള നടപടികളിലേക്ക് വേണമെങ്കിൽ കടക്കാം. അതുപോലെ തന്നെ CPM എന്ന പ്രസ്ഥാനത്തെ പ്രതി ചേർത്ത പശ്ചാത്തലം 68ാമത്തെ പ്രതിയായിട്ട് പ്രതി ചേർത്ത പശ്ചാത്തലത്തിൽ CPM-ന് വേണമെങ്കിൽ നിയമപരമായിട്ട് അതിനെ നേരിടാം. അങ്ങനെ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കാൻ വേണ്ടിയുള്ള തീരുമാനം CPM എടുത്തിട്ടുണ്ട്. CPM ഇനി പറയാൻ പോകുന്ന മറ്റൊരു രാഷ്ട്രീയം, ഇതുവരെ CPM-ന്റെ നേതാക്കന്മാർ പറയാതിരുന്ന ഒരു രാഷ്ട്രീയം, വിജിലൻസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് വിജിലൻസിന് വിവരം ലഭിക്കുകയും വിജിലൻസ് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ കിട്ടിയ പശ്ചാത്തലത്തിൽ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇഡി ഇത്തരത്തിൽ CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന രാഷ്ട്രീയ പ്രചരണം കൂടി CPM നടത്തും. CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമാണ് ഇപ്പോഴത്തെ പ്രതിചേർക്കലും കുറ്റപത്രവും എന്നുള്ളതാണ് വസ്തുത. ജിൽസി, ശരി. സെയ്ഫ് സൈൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.